ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാനഡയിലുണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ നയാഗ്ര ഫോൾസ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ യാത്രയെന്ന് പറയുന്നത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവലാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് മൂവീസിൽ ഈ നയാഗ്ര ഫോൾസ് കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ, അതായത് ടോപ്പ് 5 വാട്ടർ ഫോൾസിൽ ഉൾപ്പെടുന്നതാണ് ഈ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് നയാഗ്രയിലേക്ക്. അപ്പോൾ ഈ നയാഗ്ര എന്ന് പറയുന്നത് ഒണ്ടാരിയോയിൽ തന്നെയുള്ള ഒരു സിറ്റിയാണ്. ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു 10:45 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. ഈ ഫോൾസിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. അന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് കാർ പാർക്കിങ്ങിന് ചിലവായത് $15 ആയിരുന്നു. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാറ് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോൾസിനടുത്തേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ്സ് വാക്കുണ്ട്. ഫോൾസിനടുത്തേക്ക് നടക്കുന്ന ഈ ഒരു വഴിയിൽ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം ഗെയിം സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ സെൽഫി സ്റ്റുഡിയോസ്, എസ്കേപ്പ് റൂംസ്, പിന്നെ സ്കെയറി റൂംസ്, പിന്നെ ധാരാളം റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററാണ്. അതായത് ഫോൾസ് കാണാൻ വരുന്നവർക്ക് ആ ഒരു കാഴ്ച മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ധാരാളം എൻ്റർടൈൻമെൻറ്റ്സിനുള്ള ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല കേട്ടോ. കാര്യം ഞങ്ങളുടെ കൂടെ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങളതൊക്കെ സ്കിപ്പ് ചെയ്തു. ഈ നയാഗ്ര ഫോൾസിൽ ടൂറിസമൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി 1800s. അപ്പോൾ അന്ന് മുതലേ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു ഫോൾസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ജൂൺ മന്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പും ഇല്ല, എന്നാൽ ചൂടും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ചൂടില്ല, പക്ഷേ അന്നത്തെ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ കാനഡയിലെ വെയിലെന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റാണ്. അതായത് നമുക്ക് നന്നായിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല. നമുക്ക് സൺഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. യൂഷ്വലി ഈ ഒരു സമ്മർ ടൈമിലാണ് ഇവിടെ ധാരാളമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത്. കാര്യം കാലാവസ്ഥ എല്ലാവർക്കും അനുകൂലമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. വിൻ്റർ ടൈമിലും ടൂറിസ്റ്റുകൾ വരാറുണ്ട്, പക്ഷെ കുറവാണ്. കാര്യം വാട്ടർഫോൾസിൻ്റെ ഏരിയ ആയതും കൂടി കൊണ്ട് അവിടെ തണുപ്പ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഈ കാണുന്ന ഒരു ഈജിപ്ഷ്യൻ ഫറോ സ്ട്രക്ചർ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. നയാഗ്ര ഫോൾസിൻ്റെ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാനഡയുടെയും അതുപോലെ തന്നെ USA ബോർഡറിലാണ് ഈ ഒരു വാട്ടർഫോൾസ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വാട്ടർഫോൾസ് ചേർന്നിട്ടാണ് നമ്മൾ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഹോഴ്സ് ഷൂ ഫോൾസ്, പിന്നെ അമേരിക്കൻ ഫോൾസ്, പിന്നെ ബ്രൈഡൽ വെയിൽ ഫോൾസ്. ഇങ്ങനെ 3 വാട്ടർഫോൾസ് ചേർന്നാണ് നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് USA ആണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജാണ് കാനഡയെയും അതുപോലെ തന്നെ USA കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ ബ്രിഡ്ജ്. അപ്പോൾ ഈ കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ്, അതുപോലെ തന്നെ ബ്രൈഡൽ വെയിൽ ഫോൾസ്.
ഈ കാണുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈഡിൽ നിന്നും അവർ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അത് കുറച്ച് ലേക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ വാട്ടർഫാൾസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ സൈഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കുന്നതല്ല. അതായത് സൈഡിൽ നിന്നുള്ള ചെറിയ പോർഷൻ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോഴേക്കും അവർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വാട്ടർഫാൾസ് അതിൻ്റെ ഭംഗിയോടുകൂടി കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നയഗ്ര ഫോൾസ് കാണുക മാത്രമല്ല, അതുകൂടാതെ തന്നെ ധാരാളം ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ സിപ്പ് ലൈൻ ആണെങ്കിലും അതുപോലെ ബോട്ട് റൈഡിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ നയാഗ്രയിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. നല്ല വെയിലുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം തണലിൽ ഇരിക്കാമെന്ന്. കാര്യം കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവൻ എക്സോസ്റ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ കാണുന്നത് വാട്ടർഫാൾസിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു പാർക്കാണ്, വിക്ടോറിയ പാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇവിടെ ബോട്ട് റൈഡിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അതാണ് ഈ കാണുന്നത്. ഈ റെഡ് അതുപോലെ തന്നെ ബ്ലൂ കളറിലെ അതെല്ലാം ആൾക്കാരാണ്. ഈ റെഡ് എന്ന് പറയുന്നത് കാനഡയുടെ സൈഡിൽ നിന്നുള്ള ബോട്ട് റൈഡിങ്ങും അതുപോലെ ബ്ലൂ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ബോട്ട് റൈഡിങ് സർവീസുമാണ്. ഈ കാണുന്നതാണ് മൂന്നാമത്തെ വാട്ടർഫാൾ, ഹോഴ്സ് ഷൂ വാട്ടർഫാൾ. ഇതിന് ഇങ്ങനെ പേര് വരാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പാണ്. അതായത് കുതിരയുടെ ലാടത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു വാട്ടർഫാൾ. നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർഫാളിൻ്റെ താഴെ പോയി നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു. ഇനിയൊരവസരത്തിൽ ഒരു പ്രാവശ്യം കൂടെ നയാഗ്രയിൽ വന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യാതെ പോയ ആക്ടിവിറ്റീസ് എല്ലാം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ നയാഗ്രയോട് വിട പറഞ്ഞു. നയാഗ്ര ഒന്ന് നേരിട്ട് കാണണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതെന്തായാലും ഈ ഒരു ട്രിപ്പിൽ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാട്ടർഫാൾസ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് റെയിൻ ഫോറസ്റ്റ് കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് അമൽജിത്തിൻ്റെ ഒരു കൊളീഗാണ്. ഇവിടെ ഗ്രീക്ക് സ്റ്റൈൽ ഫുഡാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തീം എന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ആണ്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് രീതിയിലാണ് അവരിതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓറിയോ സ്മൂത്തിയും അതുപോലെ തന്നെ ഓറഞ്ച് സ്മൂത്തി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മെയിൻ കോഴ്സായിട്ട് വാങ്ങിയത് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് വെജീസ്, മാഷ് പൊട്ടാറ്റോ ആൻഡ് സോസ് അതായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. അതായത് ഈ വരുന്ന വഴിക്ക് അവർ ധാരാളം സോഫ്റ്റ് ടോയ്സ്, സുവനിയേഴ്സ് അങ്ങനെയുള്ള കുഞ്ഞു കുറേ ഐറ്റംസ് അവിടെ ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ, കാര്യം ഞങ്ങൾക്കത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്തു. ഫുഡെല്ലാം കഴിച്ചിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഒരു സ്കൈ വീൽ കണ്ടിരുന്നു. അതിൻ്റെ താഴെ തന്നെയായിട്ട് കുറേ ഡൈനസോർ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി എന്താണ് ഈ സംഭവം എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ആയിരുന്നു കേട്ടോ. അവിടെയെല്ലാമൊക്കെ ഞങ്ങളൊന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.